രാഹുൽ ഗാന്ധി ഒരു ബോംബ് കൂടി പൊട്ടിച്ചിരിക്കുന്നു. എച്ച് ഫയൽസ് അഥവാ ഹരിയാന ഫയൽസ്. വോട്ട് ചോരിയെ പറ്റിയല്ല, ഇത്തവണ സർക്കാർ ചോരിയെ പറ്റിയാണ് പറയാനുള്ളത്. കോൺഗ്രസ് വെറും 22,779 വോട്ടുകൾക്ക് തോറ്റ ഹരിയാനയിൽ 25,41,144 വോട്ടുകളുടെ മോഷണം, വോട്ട് ചോരി നടന്നുവെന്ന് രാഹുൽ ഗാന്ധി തെളിവുകൾ ഉദ്ധരിച്ച് പറയുന്നു. അഥവാ ആകെ 2 കോടി വോട്ടുകളിൽ 25 ലക്ഷവും വോട്ട് ചോരി, 8 വോട്ടുകളിൽ 1 വ്യാജനർത്ഥം. അതിൽ 5,21,619 വോട്ടുകളും ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളാണ്. ഒരേ ഫോട്ടോയിൽ ഒരേ അസംബ്ലിയിൽ തന്നെ 100 വോട്ടുകൾ. മറ്റൊരു ഫോട്ടോയിൽ 2 ബൂത്തുകളിലായി 223 വോട്ടുകൾ. അതെ, 223 പേർ ഒരേ മുഖമുള്ളതായി ആ നാട്ടിലുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. ബ്ലർ ചെയ്ത വ്യക്തമല്ലാത്ത ഫോട്ടോയുള്ള 1,24,177 വോട്ടർമാർ. ഒരേ പേരും ഫോട്ടോയും വിവരങ്ങളുമുള്ള വോട്ടർമാർ വ്യത്യസ്ത ബൂത്തുകളിലായി കാണുന്ന സാഹചര്യങ്ങൾ വേറെ. ഈ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളെല്ലാം സെക്കൻഡുകൾ കൊണ്ട് റിമൂവ് ചെയ്യാൻ കഴിയുന്ന സോഫ്റ്റ്വെയറുകൾ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ ഉണ്ട് എന്നിരിക്കെ എന്തുകൊണ്ട് അവരത് ഉപയോഗിക്കുന്നില്ല എന്ന ചോദ്യം ആണയിട്ട് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു. ഇവ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് CCTV ദൃശ്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ നശിപ്പിക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി ഉറച്ചു പറയുന്നു. ഒരു ബ്രസീലിയൻ മോഡലിന് സീമ, സ്വീറ്റി, സരസ്വതി എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ ഹരിയാനയിലെ റായ് അസംബ്ലിയിൽ 10 ബൂത്തുകളിലായി 22 വോട്ടുകളുണ്ട്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഉത്തർപ്രദേശിലും വോട്ടുണ്ട്, ഹരിയാനയിലും വോട്ടുണ്ട്. അതിൽ BJP നേതാക്കളായ പ്രഹ്ലാദ്, ദാൽചന്ദിന്റെ മകൻ എന്നിവരുടെ വോട്ടുകൾ രാഹുൽ ഗാന്ധി തെളിവുകളായി ഉദ്ധരിക്കുകയും ചെയ്യുന്നു. വോട്ട് ചോരിയുടെ ആദ്യ പത്രസമ്മേളനത്തിന് മറുപടിയായി ഇലക്ഷൻ കമ്മീഷൻ ചെയർമാൻ ഗ്യാനേഷ് കുമാർ പറഞ്ഞ 0 വീട്ടു നമ്പറുകൾ ഭവനരഹിതർക്ക് നൽകിയതാണ് എന്നതിന് മറുപടി നൽകുന്നത് രാഹുൽ ഗാന്ധി 0 വീട്ടു നമ്പറിൽ ഒരാളുടെ വീടിന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ടാണ്. കൂടാതെ 19 ലക്ഷം വോട്ടുകൾ ബൾക്ക് വോട്ടുകളാണ്. BJP നേതാവായിട്ടുള്ള ഉമേഷിന്റെ വീട്ടിൽ മാത്രം 66 വോട്ടുകളുണ്ട്. മറ്റൊരു വീട്ടിൽ 501 വോട്ടുകൾ, മറ്റൊരു വീട്ടിൽ 108 വോട്ടുകൾ. 10ലധികം വോട്ടുകൾ ഒരു വീടിൽ കണ്ടാൽ അവിടെ ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തണമെന്ന പ്രക്രിയ, ചട്ടം എന്തുകൊണ്ട് ഇവിടെ പാലിക്കപ്പെടുന്നില്ല എന്ന ചോദ്യം രാഹുൽ ഗാന്ധി ശക്തമായി ചോദിക്കുന്നു. ഇതിന്റെ തുടർച്ചയായി SIR-ലൂടെ അർഹതപ്പെട്ട ഒരുപാട് ആളുകളുടെ വോട്ടുകൾ നഷ്ടപ്പെടുന്നതായി ബീഹാറിനെ ഉദാഹരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ബീഹാർ ഇലക്ഷന് ശേഷം ആ വോട്ടർ പട്ടികയും ഇതുപോലെ വിചാരണ ചെയ്യപ്പെടുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. ലോക്സഭാ ഇലക്ഷനിൽ വോട്ടുണ്ടായിരുന്ന, അസംബ്ലി ഇലക്ഷനിൽ SIR-ലൂടെ വോട്ട് നഷ്ടപ്പെട്ട അനേകം പേരുടെ വീഡിയോ അദ്ദേഹം അവിടെ പ്ലേ ചെയ്യുന്നു. ബീഹാറിലെ ഒരു ഗ്രാമത്തിലെ 5 പേരെ കൊണ്ടുവന്ന് ആ ഗ്രാമത്തിൽ മാത്രമുണ്ടായ വോട്ട് നഷ്ടത്തെ പറ്റി അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നു. വോട്ട് ചോരിയുടെ ആദ്യ പത്രസമ്മേളനം പോലെ തെളിവുകളുടെ പേപ്പർ കൂമ്പാരത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ഈ പത്രസമ്മേളനവും. ജൻസിക്കും യുവാക്കൾക്കും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തിരിച്ചുകൊണ്ടുവരാൻ കഴിയുമെന്ന് ശുഭാപ്തി വിശ്വാസത്തോടെ രാഹുൽ ഗാന്ധി പറയുന്നു. അതെ, നേര് പറഞ്ഞു നയിക്കാൻ ഒരു നേതാവുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം യുവാക്കളാൽ വീണ്ടെടുക്കപ്പെടുക തന്നെ ചെയ്യും.